വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഫുൾ വ്ളോഗായിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ മൈസൂരിൽ നിന്ന് നാട്ടിലോട്ട് വരുന്ന ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ ഡയറക്റ്റ് വരുമല്ല, ഞങ്ങൾക്ക് പാലക്കാട് ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പം കല്യാണം കൂടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ തിരിച്ച് പത്തനംതിട്ടയിലോട്ട് വന്നത്. അപ്പം അതിൻ്റെ ഒരു ഫുൾ വ്ളോഗായിരിക്കും ഇത്. ഞാനപ്പോൾ 2 പാർട്ടായിട്ടായിരിക്കും ഇടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ലെങ്തിയാണ് കേട്ടോ. അപ്പോൾ യാത്രയുടെ അവസാനം അത്ര നല്ലതായിരുന്നില്ല. അപ്പം കുറേ നല്ല നിമിഷങ്ങളും ഗ്രഹിക്കാത്ത നിമിഷങ്ങളും നടന്ന ഒരു ഡേ ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ അതിനെപ്പറ്റി എന്തായാലും പറയാം. അപ്പോൾ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ പാക്കിംഗ് എല്ലാം ഓൾറെഡി കഴിഞ്ഞപ്പം അച്ഛനും മോനും കൂടെ അതേണ്ട അതുരുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് കാർത്തിയെ കുളിപ്പിച്ച് റെഡിയാക്കി. ഞങ്ങൾക്ക് 11:30ക്കാണ് ട്രെയിൻ കേട്ടോ. അപ്പം കുറച്ച് ലഗേജേ ഉള്ളൂ. ഞങ്ങൾ ഇനിയിപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ കേട്ടോ. കാർത്തിയുടെ ബർത്ത്ഡേ ആണ് മാർച്ചിൽ. അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ട് നാട്ടിൽ നിന്ന് വരാനാണ് പ്ലാൻ കേട്ടോ. അതുകൊണ്ടാണ് കുറച്ചധികം ലഗേജ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം എങ്ങനെ നാട്ടിലെത്തിക്കും എന്നുള്ളതൊരു ചിന്താവിഷയമാണ്. വെയിറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത് കേട്ടാൽ തോന്നും സഹായിക്കാനാണെന്ന്. എന്നാൽ അല്ല കേട്ടോ, എല്ലാം ചേട്ടൻ തന്നെയാണ് താഴെ കൊണ്ട് വെക്കുന്നത്. അത് കഴിഞ്ഞിട്ടും ലഗേജ് ഫുൾ എടുക്കേണ്ടത് ചേട്ടൻ തന്നെയാണ്. ഞാൻ കാർത്തി എടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കാരണം എല്ലാം കൂടെ നമുക്ക് പാടാണല്ലോ. പിന്നെ ട്രോളിയും ഉരുട്ടാം എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഈ പടിയൊക്കെ ഉള്ളപ്പോൾ അതും പാടാണ്. എന്തായാലും നമുക്ക് നോക്കാം. കുറേ ലഗേജ് ഉണ്ട് കേട്ടോ. എത്ര നേരം വേണോ ഇനി വരാന്? അറിയിവിടോ ദേ വരുന്ന ഒരെണ്ണം. അയ്യോ അല്ല, റോങ് ഡയറക്ഷനിൽ വന്നത്. ടൈം നോക്കിക്കേ, എത്ര മണിയായി? സമയം എത്രയായി കാണിച്ചേ? 9:59. 10 മണിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞ് കറക്റ്റ് 9:59 നമ്മൾ വെളിയിൽ നിൽക്കുക. ഞങ്ങൾ എന്തായാലും കറക്റ്റ് ടൈമിൽ തന്നെ ഇറങ്ങി കേട്ടോ. എന്തായാലും ക്യാബ് കുറച്ച് ലേറ്റ് ആയെങ്കിലും വന്നു. ഡയറക്ഷൻ മാറിപ്പോയതെങ്ങാണ്ടാണ് കേട്ടോ. മൈസൂർ എന്നപ്പം രാത്രി ആയതുകൊണ്ട് തന്നെ പോർട്ടർമാരില്ലായിരുന്നു കേട്ടോ. അപ്പം അതൊരു പണിയായിരുന്നു. ചേട്ടൻ അതുകൊണ്ട് ലഗേജ് ഫുൾ എടുക്കേണ്ടി വന്നു. ഞാൻ കാർത്തിയെ എടുത്തു കേട്ടോ. അപ്പം ഞങ്ങളിപ്പം കുറച്ചുകൂടെ കഴിഞ്ഞിട്ടല്ല ഇനി നാട്ടിൽ പോയിട്ട് ഇപ്പോഴേ വരത്തില്ല. അതുകൊണ്ട് തന്നെ കുറേയേറെ ലഗേജ് ഉണ്ടായിരുന്നു. ഇത് കാണാൻ ഇത്ര ഉണ്ടെങ്കിലും നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് മെയിനൊരു കാര്യം. പിന്നെ കുഞ്ഞിൻ്റെ കാര്യമായതുകൊണ്ട് ഒന്നും കുറയ്ക്കാനും പറ്റത്തില്ല. ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നല്ലേ? ദേഷ്യം വന്നല്ലേ? ഞങ്ങൾ റെഡിയായി. എല്ലാം എടുത്ത് കൊണ്ട് അവിടെ ലഗേജ് കൊണ്ട് വെച്ചിട്ടുണ്ട്. കാർത്തി നല്ല ഉറക്കമാണ് കേട്ടോ. എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കാരണം അധികം നേരം ഇല്ല ബാംഗ്ലൂർ. പെട്ടെന്ന് എടുക്കും. ബാംഗ്ലൂർ കുറച്ച് നേരം ഉള്ളൂ ട്രെയിൻ. 5 മിനിറ്റേ ഉള്ളൂ. കുറേ ലഗേജ് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങാൻ പോകണം കേട്ടോ.
സ്റ്റേഷൻ എത്തിയപ്പോഴത്തേക്ക് ഓണം നല്ലേ. ഇത് കാർത്തിയുടെ പ്ലേ മാറ്റാണ് കേട്ടോ. ബാഗ് തള്ളാം തള്ളാം. അച്ഛൻ വരുന്ന കേട്ടോ അവിടുന്ന്. എന്തൊക്കെ കണ്ടോ? അച്ഛൻ്റെ കയ്യിൽ എന്തൊക്കെയാ നോക്ക്. കാർത്തിയുടെ എടാ മുട്ടായി താഴെ ഈ 1:30 മണിക്ക് ഇയാൾ എണീറ്റന്റെ കാര്യം എന്ത്? നമ്മൾ എവിടെ ഇത്? നമ്മൾ എവിടെ പോവാ? ഞങ്ങൾ ബാംഗ്ലൂരിൽ റിട്ടയറിംഗ് റൂമാണ് കേട്ടോ എടുത്തത്. കാരണം കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. 2 മണിയായി ഞങ്ങൾ വന്നപ്പോൾ. ഞങ്ങൾക്കിനി ഇവിടുന്ന് 5 മണിയാകുമ്പോൾ ഇറങ്ങുകയും വേണം. അപ്പോൾ നമുക്ക് ഫാമിലിയായിട്ട് വരുമ്പോൾ ഇങ്ങനെ സ്റ്റേ ചെയ്യാൻ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് ഇത് ചൂസ് ചെയ്തത്. പറ്റി ആകെ കുറച്ച് സമയമേ ഉള്ളൂ. കിടന്ന് ഉറങ്ങാൻ നോക്കിക്കേ കാർത്തി ഉറക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം കുറേ ആയി. പിന്നെ 5:10 ഇവിടുന്ന് വന്ദേ ഭാരത് കേട്ടോ. അപ്പം ബാംഗ്ലൂരിൽ നിന്ന്. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും റെഡി ആവാമെന്ന് വിചാരിച്ചു. അപ്പം ചേട്ടൻ ഫ്രഷായിട്ട് പുറത്തോട്ടൊന്ന് പോയി. അത് കുഞ്ഞിന് ഇഡ്ഡലി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഫസ്റ്റ് ടൈമാണ് ഞാൻ വന്ദേ ഭാരതിൽ കയറുന്നത്. അതിൻ്റെ ഒരു ചെറിയ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എനിക്കൊന്ന് പാളിപ്പോയി. കാരണം ഞാനിത് പുതിയത് വാങ്ങിച്ചതാണ് കേട്ടോ. പക്ഷേ ഷോൾഡർ വന്നിരിക്കുന്ന കേട്ടോ അവിടെയാണ് കേട്ടോ. അത്രയും ലൂസായിപ്പോയി. ഞാൻ ഒരു ഇത്തിരി ലൂസ് ഇരിക്കട്ടെ, എനിക്കിഷ്ടമാണ് കേട്ടോ. ഇത്തിരി ഒട്ടിയിരിക്കുന്നതിനെക്കാട്ടി ഇത്തിരി ലൂസ് ഇഷ്ടമാണ്. പക്ഷേ വല്ലാതെ ഇതങ്ങ് ലൂസായിപ്പോയി. കാണിക്കാം ഞാൻ. നോക്കൂ, കണ്ടോ? ഇങ്ങനെ അങ്ങ് ആയിപ്പോയി. അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. ഇങ്ങനെ എടുക്കുമ്പോൾ വലിയ വൃത്തിയിടില്ലായിരിക്കാം എന്ന് പ്രതീക്ഷിച്ചു. എവിടെ പോവാ? Tanzania. കയറി കുറച്ചായപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ചായയും ബിസ്ക്കറ്റും കിട്ടി കേട്ടോ. അപ്പം
നല്ല ബിസ്ക്കറ്റായിരുന്നു. ചായ ഞാൻ കുടിക്കത്തില്ല, അതുകൊണ്ട് ചായ ചേട്ടന് കൊടുത്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ട്രെയിനിൽ വെച്ച് ഒരു ഫ്രണ്ടിനെ കിട്ടി കേട്ടോ. പാർത്ഥിപൻ എന്നാണ് പേര്, തമിഴ്നാടാണ് കേട്ടോ വീട്. അപ്പം ഇപ്പോൾ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടതാണ് കേട്ടോ. സമയം പോയതേ അറിഞ്ഞില്ല. സത്യം പറയാലോ, ഓരോ കാര്യങ്ങൾ, അതായത് 3 സ്റ്റേറ്റിലെ കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് കർണാടക, തമിഴ്നാട്, കേരള. ഇത് 3ഉം കൂടെയുള്ള ചർച്ചയായിരുന്നു. സത്യം പറയാലോ, സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ. ഇപ്പം ഒന്നാമത്തെ കാര്യം, ഈ വന്ദേ ഭാരത് ആയതുകൊണ്ട് തന്നെ പെട്ടെന്നല്ലേ ഓരോ സ്റ്റോപ്പുകളും പോകുന്നത്. ഒരുപാട് സ്റ്റോപ്പ് ഇല്ലല്ലോ. ഇപ്പം ബാംഗ്ലൂർ കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് സ്റ്റോപ്പ് വരുന്നത് സേലമാണ്. അപ്പോൾ അത്രയും ദൂരം നമ്മൾ പോകുന്നതേ അറിയത്തില്ല കേട്ടോ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് കേട്ടോ ഈ വന്ദേ ഭാരത് കൊണ്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി അടുത്ത ഫുഡ് എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അടുത്ത ഫുഡ് വന്നു കേട്ടോ. അടുത്ത ഫുഡ് വന്നത് കട്ട്ലേറ്റും ബ്രെഡും മുട്ടയായിരുന്നു കേട്ടോ. 2 മുട്ട പൊരിച്ചതും കട്ട്ലേറ്റും ബ്രെഡും ആണ് കേട്ടോ വന്നത്. കട്ട്ലേറ്റിൻ്റെ കൂടെ സോസും ഉണ്ടായിരുന്നു. നല്ല വെജിറ്റബിൾ കട്ട്ലേറ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ആപ്പിളും ഓറഞ്ചും അങ്ങനെ കുറേ സ്ട്രോബെറിയൊക്കെ ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും കഴിക്കേണ്ടി വന്നില്ല, കാരണം അതിനൊക്കെയുള്ള സമയം ഇല്ലായിരുന്നു എന്ന് വേണം പറയാൻ കേട്ടോ. അപ്പം ഞങ്ങൾ സ്ട്രോബെറി കുറച്ചെടുത്തു. അപ്പം ബ്രെഡും സ്ട്രോബെറി ഓംലേറ്റും എല്ലാം കൂടെ കഴിച്ചു. ഓംലേറ്റ് പക്ഷേ എല്ലാം ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. കുറച്ച് കഴിച്ചു, അത്രേ ഉള്ളൂ കേട്ടോ. കഴിച്ച് നിൽക്കാനുള്ള അടവായിരുന്നു. സത്യം പറയാലോ, ചേട്ടൻ അവിടെ സമാധാനത്തോടെ ഇരിക്കാനേ പറ്റില്ല. എന്നാൽ എൻ്റെ അടുത്തൊട്ട് നിൽക്കുന്നുമില്ല. ഞാൻ എടുക്കാൻ ശ്രമിച്ചിട്ടൊന്നും സമ്മതിക്കുന്നില്ലായിരുന്നു. അച്ഛൻ മതിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പാലക്കാട് എത്താറായി കേട്ടോ. അപ്പം മൈസൂരിൽ നിന്ന് തുടങ്ങിയ യാത്ര ബാംഗ്ലൂർ വഴി ഇവിടെ പാലക്കാട് എത്തിയിട്ടുണ്ട് കേട്ടോ. പാലക്കാട് ചെന്നിട്ട് ഇനി എന്ത് സംഭവിച്ചു എന്നുള്ളത് നെക്സ്റ്റ് പാർട്ട് കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.